കാവ്യാഞ്ജലി. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. 18 വർഷം കൂടെ ഉണ്ടായിരുന്ന സ്വന്തം കൂട്ടുകാരിയെയും കഴുത്തിൽ താലി ചാർത്തിയവനെയും ഒരിക്കലും ഒരു ഭാര്യയും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടപ്പോഴേക്കും തൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോവാൻ പോകുന്ന പോലെ തോന്നി കാവ്യയ്ക്ക്. പക്ഷെ എന്തുകൊണ്ടോ തോറ്റുകൊടുക്കാൻ അവളുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം ഒരു തിരശീലയിലെന്നതുപോലെ മിന്നിമാഞ്ഞുപോയി. ആദ്യമായി അരുണും താനും പ്രണയത്തിലാവുന്ന മുതൽ അഞ്ജലി ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രണയത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയതും അവളായിരുന്നു. ഒടുവിൽ വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് അരുണുമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴും സപ്പോർട്ടുമായി അഞ്ജലി കൂടെ തന്നെ ഉണ്ടായിരുന്നു. പലപ്പോഴും അവർ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. ആ സൗഹൃദം എത്ര നന്നായിട്ടാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നോർത്ത് താൻ അഭിമാനം കൊണ്ടിട്ടുണ്ട്. പിന്നീട് എപ്പോഴാണ് ആ സൗഹൃദം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു തെറ്റായ ബന്ധത്തിലേക്ക് കടന്നത്? കാവ്യ ചിന്തിച്ചു തുടങ്ങി. തങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കിയതിനു ശേഷമായിരുന്നു അഞ്ജലി സ്വന്തം ജീവിതത്തിലേക്ക് കടന്നത്. വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചുള്ള വിവാഹമായിരുന്നു അവളുടെ. ആ ജീവിതം ഏകദേശം പരാജയപ്പെട്ടപ്പോൾ മുംബൈയിൽ നിന്ന് ഭർത്താവിനെ ഉപേക്ഷിച്ച് തിരികെ നാട്ടിലെത്തിയ അഞ്ജലി ഞങ്ങളുടെ സൗഹൃദത്തിലായിരുന്നു പഴയ ജീവിതം കണ്ടെത്തിയിരുന്നത്. വിഷാദാവസ്ഥയിലേക്ക് പോകുന്ന അവരെ ഞങ്ങൾ രണ്ടുപേരും ആശ്വസിപ്പിച്ചു. എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകി. അങ്ങനെ അഞ്ജലി ഞങ്ങളുടെ വീട്ടിലെ നിത്യസന്ദർശകയായി മാറി. അതിനിടയിൽ എപ്പോഴെങ്കിലും ആയിരിക്കാം ഒരുപക്ഷെ അവർ അടുത്തത്. അവളിലെ വേദനകളിലും സങ്കടത്തിലും അരുണിന്റെ സാമീപ്യത്തിൽ അവൾ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ജോലി തിരക്കായതിനാലും കുട്ടികളുടെ കാര്യത്തിൽ തിരക്കായതിനാലും ആ സന്തോഷത്തിൽ അരുൺ പങ്കുചേർന്നിട്ടുണ്ടാവും. അതായിരിക്കും ഇരുവരും കിടക്കവങ്കിടാൻ മാത്രമായി അത്രയും ബന്ധം വരെ എത്തിയതും. ഓഫീസിൽ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞ് രാവിലെ ഇവിടുന്ന് പോയ ആളാണ് അരുൺ. താൻ ഓഫീസിൽ പോകുമ്പോൾ ലാപ്പ് മറന്നു വെച്ചെടുക്കാൻ വന്നപ്പോഴാണ് വീടിന്റെ മെയിൻ ഡോറ് ചാരിക്കിടക്കുന്ന കണ്ടത്. അത് അടക്കാൻ പോലും അവൻ മറന്നുപോയിരിക്കുന്നു. കാവ്യക്ക് പുച്ഛം തോന്നി. ഒരു നിമിഷം അഞ്ചു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാവുന്ന കരുതിയാണ് ചാരിക്കിടന്ന ഡോറൊന്ന് അകത്ത് കയറിയത്. പക്ഷെ അവിടെ താൻ കണ്ട കാഴ്ച അത് ഓർക്കാൻ പോലും കാവ്യക്ക് ഇഷ്ടമില്ല. കണ്ടതിന്റെ ഞെട്ടിൽ നിൽക്കുമ്പോൾ ഉള്ളിൽ നിറഞ്ഞു പൊന്തിയ വികാരം ദേഷ്യമാണോ അതോ സങ്കടമാണോ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു കാവ്യയോടെ നിന്നിരുന്നത്. കണ്ണുകളിലൂടെ കണ്ണുനീർ തുള്ളി ചാരിട്ടൊഴുകി കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലാവാനുള്ള കാരണമെന്ന് തോന്നിപ്പോയി. താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യത്തെ ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സൊരു നിമിഷം മടിച്ചു. തൻ്റെ ജീവന്റെ പാതിയും പ്രാണനായി കരുതിയിരുന്ന കൂട്ടുകാരിയും ചേർന്നിട്ടാണ് തന്നെ ചതിച്ചിരിക്കുന്നതെന്ന ഓർമ്മ അവളെ ദേഷ്യത്തിന്റെ കൊടുമുടിയിൽ കൊണ്ടുപോയി എത്തിച്ചു. ഇങ്ങനെ തന്നെ ചതിച്ചിട്ട് അവർ സുഖമായിട്ട് ഈ സമൂഹത്തിൽ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് ജീവിക്കേണ്ട. തൻ്റെ ജീവിതം തകർത്ത ഒരാൾ മാത്രമല്ല, രണ്ടുപേരും ചേർന്നിട്ടാണ്. അപ്പൊ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടതും രണ്ടുപേരും ചേർന്ന് തന്നെ. കുറച്ച് സമയം കൂടി കാവ്യ അങ്ങനെ തന്നെ നിന്നു. ശേഷം ആ വേദനയെ വാശിയാക്കി മാറ്റി. ശേഷം വേഗം അകത്തേക്ക് കയറി. തന്നെ കണ്ടത് രണ്ടുപേരും അകന്നു മാറി. അഞ്ജലി ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് ദേഹം പൊതിഞ്ഞു പിടിച്ചിരുന്നു. രണ്ടുപേർക്കും തന്നെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. അവർക്ക് വേണ്ടി മാത്രമായി ചുണ്ടിലൊരു പരിഹാസിച്ചിരി കരുതി. ഒന്നും തന്നെ ബാധിച്ചിട്ടില്ലെന്ന പോലെ. ശേഷം അവർക്ക് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ ഡോറ് വലിച്ചടച്ച് പുറത്തുനിന്ന് കുറ്റിയിട്ടു. തന്റെ നീക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ അവർ പകച്ചു നിൽക്കുകയായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അവൾക്ക്. വീണ്ടും ചിന്തിക്കാനുള്ള അവസരം കൊടുക്കാതെ ആദ്യം ഫോൺ എടുത്ത് വിളിച്ച ചാനലിലേക്കായിരുന്നു. തന്റെ അറിവോ സമ്മതമോ കൂടാതെ തന്റെ വീട്ടിൽ അനാശാസ്യം നടക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞ ശേഷം പോലീസിനെയും അറിയിച്ചു. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് തന്റെ ഭർത്താവും കൂട്ടുകാരിയുമാണെന്ന് പറയാനും കാവ്യം മറന്നില്ല. ഉടനെ തന്നെ പുറത്തിറങ്ങി മാസ്റ്റർ ബെഡ്റൂം അടച്ചുപൂട്ടി. അതിനുശേഷം അടുത്തുള്ള വീടുകളിൽ കൂടി വിവരമറിയിച്ചു. ചിലർ തന്നെ പുച്ഛത്തോടെയും മറ്റു ചിലർ സഹതാപത്തോടെയും നോക്കുന്ന കണ്ടിട്ടും അവരെല്ലാം അവഗണിച്ചു. ചിലർ തന്റെ തീരുമാനത്തെ അനുകൂലിച്ചപ്പോൾ മറ്റു ചിലർ പ്രതികൂലിച്ചു. അതൊന്നും താനൊരു കാരണമായി കണ്ടില്ല. സ്വന്തം മനസാക്ഷിയുടെ മുമ്പിൽ താനിപ്പോൾ വിജയിച്ചു നിൽക്കുകയാണ്. ഒരു വാർത്തയ്ക്ക് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ ശരവേഗത്തിൽ തന്നെ വീടിന് മുമ്പിൽ എത്തിയിരുന്നു. പോലീസ് കൂടി എത്തിയതോടെ വീട് തുറന്നു. അവരുടെ ചിത്രങ്ങളും കേസും രജിസ്റ്റർ ചെയ്യുന്നു. ഒരു പ്രത്യേക സന്തോഷത്തോടെയായിരുന്നു കാവ്യ കണ്ടുനിന്നത്. പ്രതികാരം അത് വീട്ടാനുള്ളതാണ്, പ്രത്യേകിച്ച് ഒപ്പമുള്ളവർ ചതിക്കുമ്പോൾ.